മൈക്രോപ്രോസസർ സീരീസ് ഓഫ് ക്ലാസ്സിൻ്റെ 6th ലെസൺ ആണെന്ന്. നമ്മൾ ഓൾറെഡി മൈക്രോപ്രോസറിൻ്റെ ആർക്കിടെക്ചർ, അതിൻ്റെ രജിസ്റ്റർ സ്ട്രക്ചറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള അതിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റും അതിൻ്റെ പ്രോഗ്രാമിങ്ങുമാണ്. ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു, നമുക്കൊരു പെർട്ടിക്കുലർ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ അതിനൊരു ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ആണ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ്. അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിൽ കുറേ പ്രീ ഡിഫൈൻഡ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, പ്രോഗ്രാമിംഗ് ചെയ്യുക. നമുക്കൊരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യണമെങ്കിൽ ആ ടാസ്കിൽ എന്തൊക്കെ ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്, ആ ഓപ്പറേഷനെ കറക്റ്റ് അതിൻ്റെ ഒരു സീക്വൻസ് ഓർഡറിൽ കുറേ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യും. എന്നിട്ട് അതിനെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. മെമ്മറിയിൽ നിന്ന് മൈക്രോപ്രോസസർ ഓരോരോ ഇൻസ്ട്രക്ഷനായിട്ട് ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. സോ നമ്മൾ ഇത് നെക്സ്റ്റ് ഓർക്കേണ്ടത്, നമുക്ക് എപ്പോഴും പ്രോഗ്രാമൊക്കെ മെമ്മറിയിൽ സ്റ്റോർ ആവുന്നതും മൈക്രോപ്രോസസർ റീഡ് ചെയ്യുന്നതൊക്കെ ബൈനറി ആയിട്ടാണ്. എല്ലാ ഡേറ്റയും പ്രോഗ്രാമും എന്തായിക്കോട്ടെ എല്ലാം സീറോസും വൺസും ആയിട്ടാണ് അവർ സേവ് ചെയ്യുക. ബട്ട് നമുക്കിപ്പോൾ ഒരു ബൈനറി പാറ്റേണിൽ ഒരു പ്രോഗ്രാം എൻ്റർ ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഇൻ കേസ് എൻ്റർ ചെയ്താലും അതിലൊരു 0യോ 1ഓ എന്തെങ്കിലും ഒരു ചെറിയ എറർ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചേഞ്ച് ആവും. അത് മാത്രമല്ല, അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കുറേ ബൈനറി പാറ്റേൺ മാത്രം വെച്ചിട്ട് പ്രോഗ്രാം എൻ്റർ ചെയ്യാന്ന് വെച്ചാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് പ്രോഗ്രാമർ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാമറിനും കൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നൊരു ലാംഗ്വേജിലാണ് എന്ത് ചെയ്യേണ്ടത്, പ്രോഗ്രാം എൻ്റർ ചെയ്യേണ്ടത്. വിത്തിൻ പ്രോസസർ എന്ത് ചെയ്യും, അതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഒക്കെ നമുക്കറിയാവുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിൽ പ്രോഗ്രാമർ യൂസ് ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷനിലുണ്ടാവുക ഒരു പെർട്ടിക്കുലർ കമാൻഡാണ് മൈക്രോപ്രോസസറിനുള്ളത്. ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യൂ എന്നുള്ളൊരു കമാൻഡ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യൂ എന്നുള്ളതിനൊരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇനി ഒരു രജിസ്റ്ററിൽ നിന്നൊരു ഡേറ്റ വേറൊരു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യണം, അതിനൊരു കറസ്പോണ്ടിങ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ആ അവൈലബിൾ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്ത് പെർട്ടിക്കുലർ ഫംഗ്ഷൻ പ്രോഗ്രാം ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു 10 നമ്പർ ഉണ്ട്, അതിനൊരു അസെൻഡിങ് ഓർഡറിലാക്കണം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലാക്കണം, അല്ലെങ്കിൽ അതിൽ ലാർജസ്റ്റ് കാണണം, സ്മോളസ്റ്റ് കാണണം. ഇതൊക്കെ നമുക്കൊരു ചെറിയൊരു പ്രോഗ്രാം ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ നമ്പർ ഓർഡറിലാക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അതിന് കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഉണ്ടാവും. ആ പ്രൊസീജിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യണം. ആ ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്കിത് പഠിക്കാനുള്ളത്. സോ ഇൻസ്ട്രക്ഷൻ മീൻസ് എന്നാണ്, ഇറ്റ്സ് എ ബൈനറി പാറ്റേൺ. ബേസിക്കലി ഇറ്റ്സ് എ ബൈനറി പാറ്റേൺ. ഇറ്റ് ഈസ് എൻറ്റേർഡ് ത്രൂ ആൻ ഇൻപുട്ട് ഡിവൈസ് ടു മെമ്മറി. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, ടു കമാൻഡ് ദ മൈക്രോപ്രോസസർ ടു പെർഫോം ദാറ്റ് സ്പെസിഫിക് ഫംഗ്ഷൻ. ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യാൻ മൈക്രോപ്രോസസറിനുള്ളൊരു കമാൻഡാണ് ആ ഇൻസ്ട്രക്ഷൻ. ഇനി നമ്മൾ നെക്സ്റ്റ് അറിയേണ്ടത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതെല്ലാം എന്താണ്, ബൈനറിയാണ്, സീറോസും വൺസും ആണ്. അപ്പം നമുക്ക് എത്ര കോമ്പിനേഷൻസ് ഉണ്ടാവും, നമുക്ക് 8-bit മൈക്രോപ്രോസസർ ആണെങ്കിൽ 2^8 കോമ്പിനേഷൻസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് എന്താണ്, ഇപ്പോൾ ഒരു 2-bit ബൈനറി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കോമ്പിനേഷൻ ഉണ്ട്, 00, 01, 10, 11, 4 കോമ്പിനേഷൻ ഉണ്ട്. ഇതുപോലെ 8-bit ആണെങ്കിൽ 4 കോമ്പിനേഷൻ മീൻസ് ആണ് 2^2, 4 കോമ്പിനേഷൻ. അങ്ങനെയാണെങ്കിൽ 8-bit ഡേറ്റയ്ക്ക് എന്തുണ്ടാവും, 2^8 കോമ്പിനേഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് 256 കോമ്പിനേഷൻസ് ഉണ്ടാവും 8-bit ഡേറ്റ ആണെങ്കിൽ. ആക്ച്വലി മൈക്രോപ്രോസസറിന് ഇതെല്ലാം ഒരു ബൈനറി പാറ്റേൺ ആയിട്ട് കിട്ടുക. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യും എന്നുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് കൊടുക്കുന്നതെങ്കിലും മൈക്രോപ്രോസസറിന് ലാസ്റ്റ് കിട്ടുന്ന എന്താണ്, ഒരു ബൈനറി പാറ്റേൺ ആയിട്ട്. സോ എല്ലാ ഇൻസ്ട്രക്ഷനും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വേണം, ഒരു ബൈനറി പാറ്റേൺ വേണം. ഈ ബൈനറി പാറ്റേൺ നമുക്ക് മാക്സിമം എത്ര എണ്ണം വരെ ആകാം, 8-bit മൈക്രോപ്രോസസറിൽ 256 കോമ്പിനേഷൻസ് വരെ യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഓൾറെഡി മൈക്രോപ്രോസസർ അറിഞ്ഞിരിക്കണം, ഇന്ന ബിറ്റ് പാറ്റേൺ ആണെങ്കിൽ ഇന്ന ഫംഗ്ഷനാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഓരോ ഫംഗ്ഷനും കറസ്പോണ്ടിങ് ആയിട്ടൊരു ബിറ്റ് പാറ്റേൺ ഉണ്ടാവണം. ബിറ്റ് പാറ്റേൺ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ, 0യുടെയും 1ൻ്റെയും കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് അവൈലബിൾ 256 ആണ്. അതിൽ 8085 246 കോമ്പിനേഷൻസ് ആണ് യൂസ് ചെയ്യുക. അതിലെല്ലാ പ്രോഗ്രാമിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ 246 കോമ്പിനേഷൻസ് ആണ്. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ആക്ച്വലി 74 ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. അപ്പം നിങ്ങൾ ആലോചിക്കും 246 കോമ്പിനേഷൻ പാറ്റേൺ വരെ യൂസ് ചെയ്യാം, ബട്ട് ഇൻസ്ട്രക്ഷൻ 74 ഉള്ളെന്ന്. കാരണം ഒരു ഇൻസ്ട്രക്ഷനെ തന്നെ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. ഒരു രജിസ്റ്ററിലെ ഡേറ്റ വേറൊരു രജിസ്റ്ററിലേക്ക് മാറ്റാൻ വേണ്ടി നമുക്കൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ രജിസ്റ്റർ ഏത് വേണമെങ്കിലും ആകാം. ഒന്നിൽ എയിലെ ഡേറ്റ ബിയിലേക്ക്, ബിയിലെ ഡേറ്റ സിയിലേക്ക്, സിയിലെ ഡേറ്റ ഇയിലേക്ക്, എച്ചിലെ ഡേറ്റ എല്ലിലേക്ക്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. അത് ആ ഓരോ ഇൻസ്ട്രക്ഷനും കറസ്പോണ്ടിങ് ആയിട്ട് ബൈനറി പാറ്റേൺ വേണം. മനസ്സിലായോ? അപ്പോൾ 74 ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. അങ്ങനെ മൊത്തത്തിൽ 246 കോമ്പിനേഷൻ ഉണ്ട്. അത് എക്സാമ്പിൾ നമുക്ക് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഈ ഒരു സെൻറ്റൻസ് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കേട്ടോ ആ ഇൻസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ. ഇപ്പം നിങ്ങൾ ഓർക്കുക, മൊത്തത്തിൽ എത്ര ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, 74 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ദീസ് 74 ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആർ നോൺ ആസ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. ഇനി ഇൻസ്ട്രക്ഷൻ നമുക്ക് 5 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ, ബ്രാഞ്ച് ഓപ്പറേഷൻ ആൻഡ് മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ആണ്. സോ അതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു ഇൻസ്ട്രക്ഷനിൽ 2 പാർട്സ് ഉണ്ടാവും, ഓപ്പ് കോഡ് ആൻഡ് ഓപ്പറൻസ്.
ഓപ്പ് കോഡ് എന്ന് വെച്ചാൽ ഓപ്പറേഷൻ ടു ബി പെർഫോംഡ്. എന്ത് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യേണ്ടത് അതവിടെ ഇൻക്ലൂഡ് ആയിരിക്കണം. അതാണ് ഓപ്പ് കോഡ്. ദാറ്റ് മീൻസ് നമുക്ക് ആഡ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ആഡ് എന്നുള്ളതാണ് ഓപ്പ് കോഡ് അവിടുത്തെ ആ ഇൻസ്ട്രക്ഷനിൽ. ഇനി ഓപ്പറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഡേറ്റ ടു ബി ഓപ്പറേറ്റഡ്. എന്ത് ഡേറ്റയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്? ഇപ്പോൾ 2+3 ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ആഡ് എന്നുള്ളത് എന്താണ്? ഓപ്പ് കോഡാണ്. ആ 2ഉം 3ഉം എന്താണ്? ഓപ്പറൻസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഓപ്പറൻസിനെ വേണമെങ്കിൽ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇൻസ്ട്രക്ഷൻ അങ്ങനെ പല ടൈപ്പിൽ ഓപ്പറൻസ് നമുക്ക് മെൻഷൻ ചെയ്യാം. അതാണ് അഡ്രസ്സിംഗ് മോഡ്സ് എന്നൊക്കെ ടോപ്പിക് ഉണ്ട്. ഒരു ഇൻസ്ട്രക്ഷനിൽ നമുക്ക് ഡേറ്റാസ് എങ്ങനെയൊക്കെ സ്പെസിഫൈ ചെയ്യാമെന്ന്. അപ്പോൾ അത് നമുക്ക് ഇൻസ്ട്രക്ഷൻ പഠിച്ചാലേ ആ ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് നൊട്ടേഷൻസ് ഉണ്ട്. ഇതെല്ലാം ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ കാണുമ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടും. അതിൽ ഫസ്റ്റ് എം എന്ന് എവിടെ കണ്ടാലും, എം എന്ന് 8085 കേസിലാട്ടോ. ഒരു കാര്യം ഓർക്കണം, ഓരോ മൈക്രോ പ്രോസറിൻ്റെയും ഇൻസ്ട്രക്ഷൻ സെറ്റ് ഡിഫറെൻ്റ് ആണ്. 8085 യൂസ് ചെയ്ത ഒരു ഇൻസ്ട്രക്ഷൻ എടുത്ത് നമുക്ക് ഒരിക്കലും 8086 യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 8085 വേണ്ടി മാത്രം ഉള്ളതാണ് ഈ ഇൻസ്ട്രക്ഷൻ സെറ്റ്. അപ്പോൾ ഇത് ഓരോ മൈക്രോ പ്രോസറിലും അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻസ്ട്രക്ഷൻ സെറ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ എം മീൻസ് എം എന്ന് എവിടെ കണ്ടാലും മനസ്സിലാവേണ്ടത്, എം എന്ന് പറയുമ്പോൾ നമുക്ക് മെമ്മറി ലൊക്കേഷൻ നോക്കാമല്ലോ. എം ഈസ് എ മെമ്മറി ലൊക്കേഷൻ പോയിൻറ്റഡ് ബൈ HL രജിസ്റ്റർ പെയർ. ദാറ്റ് മീൻസ് ഒരു ഇൻസ്ട്രക്ഷനിൽ എം എന്ന് കണ്ട അതിൻ്റെ മീനിങ് അവിടെ മൈക്രോ പ്രോസർ എന്താ ചെയ്യേണ്ടത്? HL രജിസ്റ്ററിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, ആ മെമ്മറി ലൊക്കേഷൻ എന്നാണ് അതിൻ്റെ മീനിങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എം എന്ന് മാത്രമേ അതിൽ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ മൈക്രോ പ്രോസർ ഇത്രയും മനസ്സിലാക്കി എടുക്കണം. HL രജിസ്റ്റർ, എച്ചും എല്ലും രജിസ്റ്റർ പെയറിൽ നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ, ബിയുടെ പേരാണ് സി, ഡിയുടെ പേരാണ് ഇ, എച്ചിൻ്റെ പേരാണ് എൽ. ആ HL രജിസ്റ്റർ പെയറിൽ എച്ചിലും എല്ലിലും കൂടെ ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. കാരണം നമുക്ക് മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ചെയ്യാൻ 16 ബിറ്റ് രജിസ്റ്റർ വേണം അല്ലേ? എല്ലാ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്താണ്? 16 ബിറ്റാണെന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയില്ലേ? 16 ബിറ്റ് അഡ്രസ്സാണ് ഓരോ മെമ്മറി ലൊക്കേഷനും ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു രജിസ്റ്ററിൽ 8 ബിറ്റേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മെമ്മറിയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് 2 രജിസ്റ്റർ വേണം. അങ്ങനെയുള്ള കേസ് നമ്മൾ എപ്പോഴും എന്താണ് യൂസ് ചെയ്യുക? രജിസ്റ്റർ പെയർ ആണ്. ഇവിടെ ഡിഫോൾട്ടായിട്ട് യൂസ് ചെയ്യുക HL ആണ്. അതിലൊരു ചേഞ്ച് ഇല്ല കേട്ടോ. HL രജിസ്റ്റർ പെയർ തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യുക. അപ്പോൾ എം എന്ന് എവിടെ കണ്ടാലും മനസ്സിലാക്കേണ്ടത് എന്താണ്? അതൊരു മെമ്മറി ലൊക്കേഷനാണ്. ആ മെമ്മറി ലൊക്കേഷൻ അവിടെ ഡയറക്റ്റ് കൊടുത്തിട്ടില്ല. അത് എവിടെയാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? HL രജിസ്റ്റർ പെയറിലാണ്. അടുത്ത ഇനി ആർ എന്ന് എവിടെ കണ്ടാലും മനസ്സിലാക്കണം, രജിസ്റ്റർ. ഒരു 8 ബിറ്റ് രജിസ്റ്ററിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ആർ. RS മീൻസ് സോഴ്സ് രജിസ്റ്ററും RD മീൻസ് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും. ഇത് വരിക നമുക്ക് ഒരു രജിസ്റ്ററിൽ നിന്ന് വേറൊരു രജിസ്റ്ററിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഏത് രജിസ്റ്ററിൽ നിന്നാണോ ഡേറ്റ എടുക്കുന്നത് ആ ഡേറ്റ എന്താണ്? സോഴ്സ് രജിസ്റ്ററാണ്. ടു എങ്ങോട്ടേക്കാണോ പോകുന്നത്? ഡെസ്റ്റിനേഷൻ രജിസ്റ്ററാണ്. സോ സോഴ്സ് രജിസ്റ്റർ ടു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററാണ് ഡേറ്റ ചേഞ്ച് ചെയ്യുക. അതാണ് RSും RDയും ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണിത്, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണിത്, അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണിത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മൂവ് RD, RS. RD RS ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് സോഴ്സ് രജിസ്റ്റർ, ഇത് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ. മൂവ് കേൾക്കുമ്പോഴേ മനസ്സിലാവുമല്ലോ എന്താണ്? ഒരു ഡേറ്റ മൂവ് ചെയ്യുക. എവിടെ നിന്നാണ്? 2 രജിസ്റ്റർ കൊടുത്തിട്ടുണ്ടാവും. അതിൽ എപ്പോഴും ശ്രദ്ധിക്കണം, ഏറ്റവും ലാസ്റ്റാണ് സോഴ്സ് കൊടുക്കുക. ഇപ്പോൾ സോഴ്സ് രജിസ്റ്ററിൽ നിന്ന് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക് ഡേറ്റ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണിത്. മൂവ് RD, RS. ഇത് തന്നെ നമുക്ക് ഏത് രജിസ്റ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മൂവ് B, A. ഓക്കെ, മൂവ് B, A എന്ന് വെച്ചതാണ് എയിലെ ഡേറ്റ ബിയിലേക്ക് മൂവ് ചെയ്യുക. എ രജിസ്റ്ററിൽ ഒരു ഡേറ്റയുണ്ട്, ആ ഡേറ്റ എടുത്ത് എങ്ങോട്ടേക്ക് കോപ്പി ചെയ്യുക? ബിയിലേക്ക്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത്, ഇവിടെ കോപ്പിയിങ് ആണ് നടക്കുന്നത്. ഒരിക്കലും ഡേറ്റ, അപ്പോൾ എയിൽ അപ്പോഴും ഡേറ്റ ഉണ്ടാവും. എയിലൊരു 02 എന്നൊരു ഡേറ്റ ഉള്ളതെങ്കിൽ അത് നേരെ ബിയിലേക്ക് കോപ്പി ചെയ്യുന്നു. അപ്പോൾ എയിലെ ഡേറ്റ കളയുന്നില്ല കേട്ടോ. നമ്മൾ Ctrl+C Ctrl+V ചെയ്യില്ലേ, അതേ കാര്യമാണ് അവിടെ നടക്കുക. കോപ്പിയിങ് ആണ് നടക്കുക, ഒരിക്കലും ഡേറ്റ എയിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഒറ്റ ഇൻസ്ട്രക്ഷനേ ഉള്ളൂ. മൂവ് RD, RS എന്ന ഇൻസ്ട്രക്ഷനാണ്. പ്രോഗ്രാമറിന് ഇതിന് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം? മൂവ് B, A, മൂവ് B, C, മൂവ് H, L, എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് രജിസ്റ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് പറഞ്ഞത് 74 ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും പിന്നെ പല രജിസ്റ്ററൊക്കെ ചേഞ്ച് ചെയ്ത് 246 കോമ്പിനേഷൻസ് വരെ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ബേസിക്കലി 74 ഇൻസ്ട്രക്ഷനേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഏത് രജിസ്റ്റർ വെച്ചിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ജനറൽ ഫോർമാറ്റാണ്. ഈ ജനറൽ ഫോർമാറ്റിൽ നമുക്ക് യൂസറിന് ഇഷ്ടമുള്ള രീതിയിൽ ഈ RD, RSും ഇഷ്ടമുള്ളത് എടുക്കാം. ഏതാണോ നമുക്ക് വേണ്ട ആ സമയത്ത് ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഏതാണോ രജിസ്റ്റർ വേണ്ടത് ആ രജിസ്റ്റർ ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിൽ ഉണ്ടാവുക. ഇതിൻ്റെ സിൻടാക്സ് ആണ് കേട്ടോ. അപ്പോൾ മൂവ് B, A എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക, ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എയിലെ കണ്ടന്റ് ബിയിലേക്ക് കോപ്പി ചെയ്യുകയാണ്. ഇനി നെക്സ്റ്റ് MVI R, പിന്നെ ഒരു 8 ബിറ്റ് ഉണ്ടാവും.
അതിൻ്റെ മീനിങ് ഈ ഐ എന്ന് എവിടെ കണ്ടാലും മനസ്സിലാക്കണം ഇമ്മീഡിയറ്റ് ഡേറ്റ. ദാറ്റ് മീൻസ് ഈ ഇൻസ്ട്രക്ഷനിൽ ഒരു ഡേറ്റ ഡയറക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡേറ്റ ഡയറക്റ്റ് അല്ല, ഇവിടെ ഡേറ്റ ഒരു രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ ബി രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ എങ്ങനെയല്ല, ഐ എന്ന് കണ്ട മീനിങ് ഈ ഇൻസ്ട്രക്ഷനിൽ ഡേറ്റ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ സോഴ്സ് രജിസ്റ്ററിന് പകരം ഇവിടെ എന്താണ്, ഒരു 8-bit ഡേറ്റ ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മൈക്രോ പ്രോസസ്സിന് മനസ്സിലാവേണ്ടത് അത് ഡേറ്റയാണ് ഇങ്ങോട്ട് മൂവ് ചെയ്യണമെന്ന്. അതിനാണ് ഐ എന്നുള്ള ലെറ്റർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ MBI മീൻസ് എന്നാണ് മൂവ് ഇമ്മീഡിയറ്റ് ഡേറ്റ ടു ആർ രജിസ്റ്റർ. ഈ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുക. സോ ഈ 8-bit ഡേറ്റയെ ഈ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ ഈ രജിസ്റ്റർ നമുക്ക് ഏത് വേണമെങ്കിലും ആകാം, BO CO DO EO HO LO AO ഏത് വേണമെങ്കിലും ആകാം. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്, മൂവ് MBI B, 4FH. ഇവിടെ H എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഇത് ഹെക്സാഡെസിമലാണ് കേട്ടോ. മൈക്രോ പ്രോസസറിൽ എപ്പോഴും നമ്മൾ ഡേറ്റാസ് കൊടുക്കുന്നതും മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സും എല്ലാം ഹെക്സാഡെസിമലായിരിക്കും, അത് ഓർക്കുക കേട്ടോ. അപ്പോൾ ഈ 4F എന്ന് വെച്ചാൽ 8-bit അല്ലേ, ഇതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ അല്ലേ. 4 എന്ന് വെച്ചാൽ ഹെക്സാഡെസിമൽ എന്താണ്, 4നെ 4-bit ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്ത് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുക. 4 എന്ന് വെച്ചാൽ എന്താണ് 0100, F എന്താണ് 15 വാല്യൂ 1111. മൊത്തം 8-bit ഡേറ്റയാണ്. അപ്പോൾ MBI B 4FH എന്ന് മൈക്രോ പ്രോസസ്സിന് കിട്ടിയാൽ മൈക്രോ പ്രോസസ്സിന് എന്താ മനസ്സിലാകുക, മൂവ് ചെയ്യണം, ഇമ്മീഡിയറ്റ് ഡേറ്റയാണ്, ആ ഡേറ്റയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനെ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യേണ്ടത്, ബിയിലേക്കാണ്. സോ ലോഡ് 8-bit ഡേറ്റ ഇൻറ്റു എ രജിസ്റ്റർ. ആ രജിസ്റ്റർ ഏത് വേണേലും ആവാം, അത് നമുക്ക് ഇഷ്ടമുള്ള രജിസ്റ്റർ ഇവിടെ യൂസ് ചെയ്യാം. ഇനി അടുത്താണ് LXI RP, 16-bit. ഈ L എന്ന് കണ്ടാൽ അപ്പം മനസ്സിലാവണം ലോഡാണ്. ഈ X എന്ന് എവിടെ കണ്ടാലും അതിൻ്റെ മീനിങ് 16-bit എന്നാണ്. അപ്പോൾ ലോഡ് 16-bit. I എന്താണ്, ഡേറ്റ. സോ ലോഡ് 16-bit ഡേറ്റ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തായിരിക്കും, ഒരു 16-bit ഡേറ്റ ആയിരിക്കും. അത് ലോഡ് ചെയ്യണം. എങ്ങോട്ട് ലോഡ് ചെയ്യണം, രജിസ്റ്റർ പെയറിലേക്ക്. അത് നമുക്ക് ഊഹിക്കാമല്ലോ, 16-bit ഡേറ്റ ആണെങ്കിൽ ഒരു രജിസ്റ്ററിലേക്കല്ല സ്റ്റോർ ചെയ്യാൻ പറ്റുക, സ്റ്റോർ ചെയ്യാൻ പറ്റില്ലല്ലോ, 8-bit അല്ലേ ഉള്ളൂ രജിസ്റ്റർ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു രജിസ്റ്റർ പെയർ വേണമായിരിക്കും. അപ്പോൾ ഒരു 16-bit ഡേറ്റയെ ഒരു രജിസ്റ്റർ പെയറിലേക്ക് ലോഡ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് ഇത്. അപ്പോൾ ഇതെന്താണ്, ഒരു 8-bit ഡേറ്റയെ ഒരു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെന്താണ്, ലോഡ് 16-bit ഇമ്മീഡിയറ്റ് ഡേറ്റ, അതാണ് ഡേറ്റ ഇൻറ്റു ദിസ് രജിസ്റ്റർ പെയർ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ LXI B, 2050H. ഇപ്പോൾ 2050 എന്നുള്ളത് എന്താണ്, ഇവിടെ I ഉള്ളതുകൊണ്ട് ഇത് ഡേറ്റയാണ്. അത് ഈ I കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത് മെമ്മറി ലൊക്കേഷൻ വേണേ ആകാട്ടെ, മെമ്മറി ലൊക്കേഷനും ഹെക്സാഡെസിമൽ തന്നെയാണ്. അപ്പോൾ മൈക്രോ പ്രോസസ്സിന് മനസ്സിലാവേണ്ടത് ഇത് എന്താണ്, അഡ്രസ്സാണോ അതോ ഇതെന്താണ് കൊടുത്തിരിക്കുന്ന ഡേറ്റയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ I എന്നുള്ളൊരു ലെറ്റർ വരുന്നത്. അപ്പോൾ ലോഡ് 16-bit ഇമ്മീഡിയറ്റ് ഡേറ്റ, അങ്ങനെ തന്നെ ഓർക്കണം കേട്ടോ, ലോഡ് 16-bit ഇമ്മീഡിയറ്റ് ഡേറ്റ, ദിസ് ഡേറ്റ ഇൻറ്റു ബീനെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അതെന്താണ്, രജിസ്റ്റർ പെയറാണ്. ബിയുടെ പെയർ ഏതാണ്, C ആണ്. അപ്പോൾ ഈ 2050 എന്നുള്ളത് രജിസ്റ്റർ പെയറിലേക്ക് സ്റ്റോർ ആകുമ്പോൾ എന്തായിരിക്കും, ഹയർ ബൈറ്റ് 20 ബിയിലും ലോവർ ബൈറ്റ് 50 സിയിലും ആയിരിക്കും കേട്ടോ. ഇനി അടുത്തത് ഔട്ട് 8-bit. ഈ ഔട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, ഔട്ടും ഇന്നും ഈ രണ്ട് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ നമ്മൾ അക്യുമുലേറ്റർ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഇൻപുട്ട് ഡേറ്റ നമുക്ക് റീഡ് ചെയ്താൽ ആദ്യം സ്റ്റോർ ആകുന്ന എവിടെയാണ്, അക്യുമുലേറ്ററിലാണ്. അതുപോലെ നമുക്കൊരു ഔട്ട്പുട്ട് പോർട്ടിലേക്ക് ഒരു ഡേറ്റ റൈറ്റ് ചെയ്യണമെങ്കിൽ അക്യുമുലേറ്ററിൽ നിന്നാണ് റൈറ്റ് ചെയ്യുക. അത് നമ്മൾ അക്യുമുലേറ്ററിൻ്റെ രജിസ്റ്ററിൻ്റെ സ്പെസിഫിക് ഫംഗ്ഷനായിട്ട് പഠിച്ചത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഈ അക്യുമുലേറ്റർ എന്നുള്ളത് ഡിഫോൾട്ടാണ്, എല്ലാ മൈക്രോ പ്രോസസ്സിന് അറിയാം. ഒരു ഔട്ട്പുട്ട് പോർട്ടിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മൈക്രോ പ്രോസസ്സിന് ഡിഫോൾട്ടായിട്ട് അറിയാം അക്യുമുലേറ്ററിലുള്ള ഡേറ്റയാണ് ഇങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യേണ്ടത് ആ പോർട്ടിലേക്കൊന്ന്. അത് ഡിഫോൾട്ടായിട്ട് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്കും ആ ലിമിറ്റേഷൻ ഉണ്ട്, നമുക്ക് അക്യുമുലേറ്ററിലേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ്, ഔട്ട് ചെയ്യേണ്ട ഡേറ്റ. ഔട്ട് 8-bit, ദാറ്റ് മീൻസ് ഔട്ട് മീൻസ് എന്താണ്, ഔട്ട്പുട്ട് പോർട്ടിലേക്ക് മൈക്രോ പ്രോസസർ എന്തായിരിക്കും ചെയ്യുക, റൈറ്റ് ചെയ്യുക. എല്ലാ മൈക്രോ പ്രോസസറിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കണം കേട്ടോ. മൈക്രോ പ്രോസസറിന് എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് പോർട്ടിലേക്ക് റൈറ്റ് ചെയ്യണം ഡേറ്റ. ഇനി ആ ഡേറ്റ എവിടെയായിരിക്കും ഉണ്ടാവുക, അക്യുമുലേറ്ററിലായിരിക്കും. അപ്പോൾ ഔട്ട് 8-bit. ഈ 8-bit എന്ന് വെച്ചാൽ അഡ്രസ്സ് ആയിരിക്കും. ഏത് പോർട്ടാണ്, എല്ലാ പോർട്ടും നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾക്ക് എല്ലാത്തിനും ഓരോ അഡ്രസ്സ് ഉണ്ടാവും, പോർട്ട് അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ആ പർട്ടിക്കുലർ അഡ്രസ്സിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യുന്നു, ആ പർട്ടിക്കുലർ അഡ്രസ്സിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യുന്നു. അതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ നടക്കുക. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഔട്ട് 01H എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ 01 എന്നുള്ളത് എന്താണ്, ഒരു പോർട്ട് അഡ്രസ്സാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ H കാണുന്നത് ഹെക്സാഡെസിമൽ എന്ന് ഡിനോട്ട് ചെയ്യാനാണ് കേട്ടോ. കാരണം ഇത് ബൈനറി അല്ല, ഹെക്സാഡെസിമലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ 01 എന്നുള്ളൊരു പോർട്ട് അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യുക, ഔട്ട് ചെയ്യുക, ഡേറ്റ റൈറ്റ് ചെയ്യുക. ഏത് ഡേറ്റയാണ് അക്യുമുലേറ്ററിലുള്ളത് അത് ഡിഫോൾട്ടായിട്ട് അറിയാം, അതുകൊണ്ട് ഇവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ റൈറ്റ് ഡേറ്റ ഫ്രം അക്യുമുലേറ്റർ ടു ഔട്ട്പുട്ട് പോർട്ട്. ഇനി ഇത് ഇന്നെന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇൻപുട്ട് പോർട്ടിൽ നിന്ന് റീഡ് ചെയ്യുക.
അപ്പോൾ പോർട്ടിൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. സോ IN07 ദാറ്റ് മീൻസ് 07 എന്നുള്ളൊരു ഇൻപുട്ട് പോർട്ടിൻ്റെ അഡ്രസ്സാണ്. ആ പോർട്ടിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യുക. എന്നിട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യുക? അക്യുമുലേറ്ററിലാണ്. സോ റീഡ് ഡേറ്റ ഫ്രം പോർട്ട് അഡ്രസ്, ദ സ്പെസിഫൈഡ് പോർട്ട് അഡ്രസ് ആൻഡ് സ്റ്റോർഡ് ഇറ്റ് ഇൻ അക്യുമുലേറ്റർ. ഇനി അടുത്താണ് LDA 16 ബിറ്റ്. LD എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലോഡ് എന്നാണ്. A എന്താണ്? അക്യുമുലേറ്റർ ആണ്. സോ അക്യുമുലേറ്ററിലേക്ക് ഒരു ഡേറ്റ ലോഡ് ചെയ്യുക. ഇനി ഇവിടെ ഒരു 16 ബിറ്റ്, അതെന്തായാലും ഡേറ്റ ആയിരിക്കില്ലല്ലോ. അക്യുമുലേറ്ററിലേക്ക് നമുക്കൊരു 8 ബിറ്റ് അല്ലേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 16 ബിറ്റ് കൊടുത്താൽ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? ഇവിടെ ഡേറ്റ ആണെങ്കിൽ ഇവിടെ I എന്ന് വരുമല്ലോ. അപ്പോൾ I എന്നില്ലാത്ത സ്ഥിതിക്ക് 16 ബിറ്റ് എന്തായിരിക്കും? ഉറപ്പായിട്ടും അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഇവിടെ ഒരു 16 ബിറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ആ അഡ്രസ്സിൽ എന്ത് ഡേറ്റയുണ്ടോ ആ ഡേറ്റ എയിലേക്ക് ലോഡ് ചെയ്യുക. ഓക്കെ, സോ കോപ്പി ഡേറ്റ ബൈറ്റ് ഇൻറ്റു എയിലേക്ക് ലോഡ് ചെയ്യുക ഫ്രം എന്താണ്? സ്പെസിഫൈഡ് മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ LDA 2050H എന്ന് വെച്ച് കഴിഞ്ഞാൽ 2050 എന്നുള്ളൊരു മെമ്മറി ലൊക്കേഷനിൽ ഒരു ഡേറ്റയുണ്ട്. ആ ഡേറ്റയെ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യുക. അടുത്ത് അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഡിഫറൻസ് ആണ് STA 16 ബിറ്റ്. സ്റ്റോർ അക്യുമുലേറ്റർ കണ്ടന്റ് ടു ദിസ് അഡ്രസ് എന്നാണ്. ഇവിടെ എന്താണ്? അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് എന്നാണ് ആ 16 ബിറ്റ് അഡ്രസ്സിലുള്ള ഡേറ്റ എന്താണോ അതെടുത്ത് എയിൽ കൊണ്ട് സേവ് ചെയ്ത് വെക്കാനാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയല്ല, സ്റ്റോർ അക്യുമുലേറ്റർ കണ്ടന്റ് ടു ദിസ് 16 ബിറ്റ് അഡ്രസ്. അങ്ങനെ ഓർക്കണം. അത് നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. അക്യുമുലേറ്റർ കണ്ടന്റ് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ STA 16 ബിറ്റ് മീൻസ് എന്നാണ് ഇവിടെ ഒരു 16 ബിറ്റ് അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ് ലൊക്കേഷനിലേക്ക് എയിലുള്ള കണ്ടന്റ് ഇപ്പോൾ എന്താണോ ഉള്ളത് അത് സ്റ്റോർ ചെയ്ത് വെക്കുക. സോ കോപ്പി ഡേറ്റ ബൈറ്റ് ഫ്രം A ടു സ്പെസിഫൈഡ് മെമ്മറി ലൊക്കേഷൻ, ആ പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക്. ഫോർ എക്സാമ്പിൾ STA 2070 മീൻസ് എന്നാണ് അക്യുമുലേറ്റർ കണ്ടന്റിനെ ഈ പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. അത് മാറിപ്പോയത് കേട്ടോ. അപ്പോൾ ലോഡ് A ഒരു 16 അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ മീനിങ്? ആ 16 അഡ്രസ്സിലുള്ള ഡേറ്റ എടുത്ത് എയിലേക്ക് ലോഡ് ചെയ്യുക. സ്റ്റോർ എന്ന് വെച്ചാൽ എന്താണ്? എയിലുള്ളിടത്ത് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുക. അടുത്തത് ഇതേ ഇൻസ്ട്രക്ഷൻ തന്നെ ചെറിയൊരു ചേഞ്ച് വരുത്തിയാണ് അടുത്ത രണ്ടെണ്ണം. LDAX RPയും STAX RPയും. LDA എന്ന് വെച്ചാൽ എന്തായിരിക്കും? അക്യുമുലേറ്ററിലേക്ക് ഒരു ഡേറ്റ ലോഡ് ചെയ്യുകയാണ്. ഇനി ആ ഡേറ്റ എവിടെയാണെന്നുള്ളതാണ്. ഇവിടെ എന്താ കൊടുത്തത്? നമ്മൾ നേരത്തെ ഒരു അഡ്രസ് ലൊക്കേഷൻ ഡയറക്റ്റ് കൊടുത്തിരുന്നു. ആ അഡ്രസ് ലൊക്കേഷനിലേക്ക് അങ്ങ് ഉള്ള ഡേറ്റ ലോഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ എങ്ങനെയല്ല. ഇവിടെ അഡ്രസ് ലൊക്കേഷൻ ഒരു ഡയറക്റ്റ് കൊടുത്തിട്ടില്ല. പകരം ആ അഡ്രസ് ലൊക്കേഷൻ ഒരു രജിസ്റ്റർ പെയറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നേരത്തെ ഇൻസ്ട്രക്ഷനിൽ ഡയറക്റ്റ് ആ മെമ്മറി അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എങ്ങനെയല്ല. ആ മെമ്മറി അഡ്രസ്സ് ഒരു രജിസ്റ്റർ പെയറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ LDAX എന്നുള്ളൊരു ടേം കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ X എന്ന് എപ്പോഴും കൊടുക്കുന്നത് എന്താണ്? ഇനിയൊരു 16 ബിറ്റിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നതാണ്. ഇവരവിടെ ബീനെ കൊടുക്കുള്ളൂ. രജിസ്റ്റർ പെയർ BC എന്ന് കൊടുക്കില്ലല്ലോ, ബീനെ കൊടുക്കുള്ളൂ. അപ്പോൾ മൈക്രോ പ്രോസസറിന് മനസ്സിലാവണ്ടേ സിയിലെയും കൂടെ ഡേറ്റ എടുക്കണമെന്ന്. അതിനാണ് X. ദാറ്റ് മീൻസ് X എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി അടുത്തത് എന്താണ്? ഒരു 16 ബിറ്റിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നതാണ്. X എന്ന് പറയുമ്പോൾ എപ്പോഴും 16 ബിറ്റ് ഓർക്കുക. അപ്പോൾ ഇവിടെ ബീനെ ഡിനോട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ അവർ X കൊടുത്തിരിക്കുന്നത്. ബീനെ ഡിനോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ബിയിലെയും സിയിലെയും കാര്യം എടുക്കണം. ഓക്കെ, അപ്പോൾ ബിയിലും സിയിലുമായിട്ട് ഒരു അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ അഡ്രസ്സിലുള്ള ഡേറ്റ എന്താണോ ആ ഡേറ്റ എടുത്ത് അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യുക. അപ്പം അങ്ങനെ തന്നെ എല്ലാം ഓർത്ത് വെക്കണം കേട്ടോ. അതാ ഞാൻ പറഞ്ഞാൽ നൊട്ടേഷൻസ് കറക്റ്റ് പഠിക്കുക. അപ്പോൾ LD എന്ന് പറയുമ്പോഴേ മനസ്സിലേക്ക് വരിക ലോഡ്. LDA എന്ന് വെച്ചാൽ എന്താണ്? എയിലേക്ക് ലോഡ് ചെയ്യുക. അപ്പോൾ എയിലേക്ക് എന്തോ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യണം. ഇനി അവിടെ X എന്ന് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത് കഴിഞ്ഞൊരു 16 ബിറ്റിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. പിന്നെ ഒരു രജിസ്റ്റർ പെയർ ആയിരിക്കും കൊടുക്കുക. ദാറ്റ് മീൻസ് ആ പെർട്ടിക്കുലർ രജിസ്റ്റർ പെയറിൽ ഒരു 16 ബിറ്റ് അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ അഡ്രസ്സിൽ ഉള്ള ഡേറ്റ എടുത്ത് അക്യുമുലേറ്ററിൽ ലോഡ് ചെയ്യുക. അടുത്ത STAX RP എന്നാണ് നേരെ തിരിച്ച്. നിങ്ങൾ തന്നെ ഓർക്കുക. സ്റ്റോർ അക്യുമുലേറ്റർ കണ്ടന്റിനെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുക. ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് എവിടെയായിരിക്കും ഉണ്ടാവുക? രജിസ്റ്റർ പെയറിലായിരിക്കും. ദാറ്റ് മീൻസ് STAX D മീൻസ് എന്നാണ് ഡിയിലും ഇയിലും കൂടെ ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ആ മെമ്മറി ലൊക്കേഷനിലേക്ക് അക്യുമുലേറ്റർ കണ്ടന്റിനെ സ്റ്റോർ ചെയ്യുക. അടുത്ത സിമ്പിളാണ്. മൂവ് R,M. M എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു മെമ്മറി ലൊക്കേഷനാണ്. ആ ലൊക്കേഷൻ അഡ്രസ്സ് എവിടെയാണ് ഉണ്ടാവുക? HL രജിസ്റ്റർ പെയറിലാണ്. അപ്പോൾ മൂവ് R,M എന്ന് വെച്ചാൽ എന്താണ്? HL രജിസ്റ്റർ പെയറിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ് ഡേറ്റ എടുത്ത് എങ്ങോട്ട് ചെയ്യുക? രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുക. ഇത് രജിസ്റ്ററാണ്. ഇത് മെമ്മറി ലൊക്കേഷൻ പോയിന്റഡ് ടു HL രജിസ്റ്റർ പെയർ ആണ്. ദാറ്റ് മീൻസ് മൂവ് B,M എന്ന് വെച്ചാൽ എന്താണ്? HL രജിസ്റ്റർ പെയറിൽ എന്ത് മെമ്മറി ലൊക്കേഷൻ അഡ്രസ്സാണുള്ളത് അവിടെയുള്ള ഡേറ്റ എടുത്ത് BAയിലേക്ക് മൂവ് ചെയ്യുക. സോ കോപ്പി ദ ഡേറ്റ ബൈറ്റ് ഇൻറ്റു രജിസ്റ്റർ ഫ്രം മെമ്മറി സ്പെസിഫൈഡ് ബൈ HL രജിസ്റ്റർ പെയർ. അടുത്ത മൂവ് M,R എന്ന് വെച്ചാൽ നേരെ തിരിച്ച് രജിസ്റ്റർ കണ്ടന്റിനെ ആ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുക. രജിസ്റ്റർ കണ്ടന്റ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും സോഴ്സ് ഉണ്ടാവുക. അപ്പോൾ രജിസ്റ്ററിൽ എന്ത് ഡേറ്റയാണ് ഉള്ളത് ആ ഡേറ്റ എന്ത് ചെയ്യുക? ആ HL രജിസ്റ്റർ പെയറിലുള്ള മെമ്മറി അഡ്രസ്സിലേക്ക് കോപ്പി ചെയ്യുക.
അപ്പോൾ ഇത്രയാണ് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ നൊട്ടേഷൻസ് ഒക്കെ വെച്ച് ഓർക്കുക. അപ്പോൾ മൂവ് RD, RS എന്ന് വെച്ചതാണ് ഈ സോഴ്സിലുള്ള രജിസ്റ്ററിനെ, ഈ രജിസ്റ്റർ കണ്ടന്റിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. MVI കണ്ട മീനിങ് എന്താണ്? ഇവിടെ ഇമ്മീഡിയറ്റ് ഒരു ഡേറ്റയാണ്, ആ ഡേറ്റയെ ആറിലേക്ക് മൂവ് ചെയ്യുക. ഇനി LXI RP 16 ബിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ലോഡ് 16 ബിറ്റ് ഇമ്മീഡിയറ്റ് ഡേറ്റ. ഇവിടെ ഒരു ഇമ്മീഡിയറ്റ് ഡേറ്റയുണ്ട്, അത് 16 ബിറ്റ് ആണ്. അതിനെ എങ്ങോട്ടേക്കാണ്? ഒരു രജിസ്റ്റർ പെയറിലേക്ക് മൂവ് ചെയ്യുക. അവിടുത്തെ ഔട്ട് 8 ബിറ്റ് എന്താണ്? ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന പോർട്ട് അഡ്രസ്സിലേക്ക് അക്യുമുലേറ്റർ കണ്ടന്റിനെ റൈറ്റ് ചെയ്യുക. ഇൻ 8 ബിറ്റ് എന്താണ്? ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന പോർട്ട് അഡ്രസ്സിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്ത് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യുക. LDA 16 ബിറ്റ് എന്താണ്? അക്യുമുലേറ്ററിലേക്ക് ഈ പെർട്ടിക്കുലർ അഡ്രസ് ലൊക്കേഷനിലുള്ള ഡേറ്റ ലോഡ് ചെയ്യുക. STA 16 ബിറ്റ് എന്താണ്? അക്യുമുലേറ്റർ കണ്ടന്റിനെ ഈ 16 ബിറ്റ് അഡ്രസ്സിലുള്ള അഡ്രസ് ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുക. അടുത്ത LDAX RP എന്താണ്? ഇവിടെ രജിസ്റ്റർ പേരിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും, ആ മെമ്മറി ലൊക്കേഷനുള്ള ഡേറ്റ എടുത്ത് എയിലേക്ക് ലോഡ് ചെയ്യുക. STAX RP എന്താണ്? അക്യുമുലേറ്റർ കണ്ടന്റിനെ ഈ സ്പെസിഫൈഡ് ഈ രജിസ്റ്റർ പേരിലുള്ള മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുക. മൂവ് R, M എന്താണ്? ഈ മെമ്മറി ലൊക്കേഷൻ, അത് HL രജിസ്റ്റർ പെയറിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, ആ അഡ്രസ്സിലുള്ള ഡേറ്റയെ ആറിലേക്ക് മൂവ് ചെയ്യുക. മൂവ് M, R എന്താണ്? രജിസ്റ്ററിൽ ഒരു ഡേറ്റയുണ്ട്, ആ ഡേറ്റയെ HL രജിസ്റ്റർ പേരിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും, ആ ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുക. ഇത്രയും മനസ്സിലായത് കഴിയുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ പഠിക്കാം. സോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇൻട്രസ്റ്റ് ആയി തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.